ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസം എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് പറയുന്ന നല്ലൊരു ദിവസമായിരുന്നു. കാരണം വിവരം ഞാൻ വഴിയെ പറയാം കേട്ടോ. അങ്ങനെ പതിവ് പടി ദേ രാവിലെ എണീറ്റു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ എന്നെ കിടക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ വേണം എന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് കിടന്നത്. കാരണം അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കണം. കാരണം ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഗസ്റ്റ് നമ്മളെപ്പോഴും ഒരാൾ വരുമ്പോൾ നമ്മളുടെ വീട് മാക്സിമം വൃത്തിയാക്കിയിടാനായിട്ട് ശ്രമിക്കും. എപ്പോഴും വൃത്തിയാണ് എങ്കിലും ആ ഒരു പടി മുന്നിൽ നമ്മൾ ശ്രദ്ധിക്കും. അയ്യോ അതൊക്കെ ശരിക്കല്ലേ കിടക്കണേ എന്നൊക്കെ വിചാരിക്കും. അത് സംഭവം നമ്മളുടെ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂർക്ക് അയക്കാനുള്ള സോഫ കമ്പെഡ് കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കത് കയറുമ്പോൾ തന്നെ അത് വല്ലവരും വരുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കൊറിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് മാക്സിമം നേരത്തെ കൊറിയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ ദേ നടയിൽ നമ്മളുടെ പതിവുംപടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ദേ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്നലെ വാടി തളർന്ന് നിൽക്കണ്ടായിരുന്നത് ആ രാത്രിയിൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ ആ നിമിഷം തന്നെ ഞാൻ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് എല്ലാത്തിലും ഒഴിച്ചിട്ട് കിടന്നേ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര ഉഷാറായിട്ട് ഇരിക്കണേ. ഇന്ന് രാവിലെ പൂരിയും പരിപ്പ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് മാവുണ്ടായിരുന്നെങ്കിലും ഇത് ഇന്നലെ നമ്മൾ ഇണ്ടേറിയപ്പോൾ ഒക്കെ തിന്ന കാരണം ചപ്പാത്തിയൊക്കെ ബാക്കി വന്നപ്പോൾ ഞാനത് കീറി പൂരിയാക്കിയതാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ പാച്ചുട്ടൻ ഏലിയസിലേക്ക് പോകാനായിട്ട് റെഡിയായി. ഇന്ന് ഇത്തിരി നേരത്തെയാണ്. അപ്പോൾ സാറ്റർഡേ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവരും കൂടിയിട്ടാണ് അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ദിവസം ആൾ ഭയങ്കര VIP സ്റ്റൈലിൽ പോവുക. അല്ലാത്ത ദിവസം നോർമൽ ഡ്രസ്സിലൊക്കെ പോവുമെങ്കിലും അന്നത്തെ ദിവസം എല്ലാ കുട്ടികളും കൂടി ഒന്നിച്ച് കാണുന്നതല്ലേ. അപ്പോൾ അങ്ങനെ അവർ പോയി. അപ്പം ഞാനും ഡിവൈനും വേഗം വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഞങ്ങളുടെ പണികളൊക്കെ വേഗം അവസാനിപ്പിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വരുമ്പോഴേക്കും പാച്ചും തോമും വരുമ്പോഴേക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ ഒതുക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡിവൈൻ്റെ വീഡിയോയിൽ കാണിച്ചു തരും കേട്ടോ. നല്ല കനമുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഇന്ന് പാച്ചുവിന് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, അരമണിക്കൂർ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ദേ തൊപ്പിക്കാരൻ വന്നു, കയ്യിലൊരു ലോലിപോപ്പും ഉണ്ട്. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ വരുന്ന ഗസ്റ്റിന് കൊടുക്കാനായിട്ട് നല്ല തണുത്ത സ്പ്രൈറ്റാണ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സ്പ്രൈറ്റല്ല, പെപ്സി 7up. അപ്പോൾ അത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. കാരണം നല്ല ചൂടാണ് സംഭവം. ഉപ്പ് സോഡയും ടാങ്കൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സംഭവമല്ലേ. അങ്ങനെ ദേ ഡിവൈനാൻറ്റി പാച്ചുവിൻ്റെ ഫോട്ടോ എടുക്കണം കേട്ടോ. പാച്ചു മിടുക്കനായിട്ട് വന്നപ്പോൾ പാച്ചുവിന് ഇന്ന് അവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ അതിൽ സെക്കൻഡായിരുന്നു, റണ്ണിങ്ങിൽ സെക്കൻഡായിരുന്നു. അവന് ഓട്ടമാണല്ലോ. അങ്ങനെ ഞാൻ ദേ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ പറയണം. കാരണം ഇന്നിത്തിരി ബിസിയാണ്. രാവിലത്തെ ഉച്ചയിലത്തെയും കൂടി ഒന്നിച്ച് അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അശ്വതി വരുന്ന വിവരവും ലേറ്റായ വിവരമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടോ. കുട്ടി വരണതിന് പ്രമാണിച്ച് ഞാൻ വേഗം രാവിലെ തൊട്ട് ഉച്ച വരെ എന്താ പറയുക നമ്മൾ പണിയൊക്കെ എടുത്ത് വയ്യാണ്ട് ഇങ്ങനെ ആകെ പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. ഇരിക്കുമ്പോൾ നമ്മളൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ സാരിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ദേ കുട്ടി അശ്വതി വരികയാണ് കേട്ടോ. അപ്പോൾ ഡിവൈനാണ് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്. ഇതിങ്ങനെ ചെരിഞ്ഞിട്ട് ശരിയല്ലാണ്ട് ഇരിക്കണം. അപ്പം ഞാനത് നേരെ ആക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കറിയില്ല എങ്ങനെയാവും എന്നുള്ളത്. അങ്ങനെ ദേ അശ്വതി എത്തി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം നമ്മളിവിടെ വന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും മെസ്സേജ് അയക്കും. ഇന്നലെ രാത്രി വരെ മെസ്സേജ് അയച്ചെങ്കിലും നേരിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ 10-15 വർഷമായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടായിരുന്നു. അശ്വതിയുടെ അമ്മമ്മയൊക്കെ ഇവിടെ വന്നു പോയിരുന്നു. പക്ഷേ കുട്ടിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പറയാം എൻ്റെ മോളും പേരക്കുട്ടികളെന്നാണ് പറയുക. അങ്ങനെ ഇത് ഇവിടെ വന്ന് ആകെ എന്താ പറയുക, ആകെ ഒരു ബഹളമായിരുന്നു സംഭവം. ഡിംപിൾ 10ൽ പഠിക്കുമ്പോഴാണ് അൽഫോൺസമ്മ. അപ്പോൾ ഡിംപിളും ആ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അൽഫോൺസമ്മയുടെ ഉറ്റമിത്രം ഗബ്രിയേലമ്മയും. അവർ 2 പേരാണ് ഉറ്റ സുഹൃത്തുക്കളാണ് കഥാപാത്രമായിട്ട് അല്ല ജീവിതത്തിലും. അതേപോലെ തന്നെയായിരുന്നു ഡിംപിളും അശ്വതിയും തമ്മിലുള്ള ഒരു ബന്ധം കേട്ടോ. എങ്ങനെയോ അതറിഞ്ഞിട്ടോ എങ്ങനെയോ കൊച്ച് പാച്ചു ഓടി വന്ന് അവരുടെ കൂടെ തന്നെയായിരുന്നു, കുഞ്ഞാളുടെ കൂടെയായിരുന്നു കേട്ടോ മൊത്തം ഫുൾ ഡേ. ശരിക്കും ഇന്ന് പോയി കഴിഞ്ഞിട്ടോ അതിന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു അവൻ. അപ്പോൾ അത്രയും അവരായിട്ട് ഭയങ്കര അറ്റാച്ച്ഡായി. കുട്ടികളും അതായിട്ട് നല്ല 2 മക്കളാണ്.
ജെറിനായാലും അതെ, ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 16 വർഷം ഒരാൾ നമ്മളുടെ കൂടെ നമ്മളുടെ മകളെ പോലെ ഉണ്ടാവുക പറയുമ്പോൾ അത് അത്രയും നമുക്ക് ആത്മാർത്ഥവും സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ അത്രയും ഇതിലുണ്ടാവും ഒരു കുട്ടി. അങ്ങനെ എനിക്ക് എന്താ പറയുക, കുറേ പഴയ വിശേഷങ്ങൾ, അതായത് അൽഫോൺസാമ്മ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ മിയ, അതായത് ജിമ്മി, ഞങ്ങളുടെയൊക്കെ ജിമ്മിയാണ്, ഇപ്പോഴാണ് മിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആ വിശേഷങ്ങൾ, പണ്ടത്തെ തെസ്നി, ബീന ആൻ്റണി, പിന്നെ നമ്മളുടെ അനില ശ്രീകുമാർ, വിജയകുമാരി, അങ്ങനെ കണ്ടമാനം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്, ആ ഒരു സീരിയൽ അൽഫോൺസാമ്മയിൽ. അപ്പം ഞങ്ങൾ അതിന് പിന്നെ മരിച്ചുപോയ റിഞ്ചുഷ, നിഷ, നമ്മുടെ ഉപ്പുമുളകിലെ നിഷ, അങ്ങനെ കണ്ടമാനം ആർട്ടിസ്റ്റുകളുള്ള ഒരു സീരിയലായിരുന്നു. അപ്പം ഞങ്ങൾ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് കുറേ നല്ല ഓർമ്മകൾ ഞങ്ങളുടെ, പിന്നെ തെങ്കാശിപ്പട്ടണം, പണ്ടത്തെ തെങ്കാശിപ്പട്ടണം, അങ്ങനെ ഇതിപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ കുറേ ഭക്ഷണമൊക്കെ കഴിച്ച്, അപ്പോൾ അവർക്ക് ഫുൾ നൊയമ്പായിരുന്നു. അപ്പോൾ നമ്മൾക്ക് പാലും മുട്ടയും നൊയമ്പില്ല, പക്ഷേ അശ്വതിക്ക് അതും നൊയമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെജ് ബിരിയാണിയാണ്, വെജ് ഫ്രൈഡ് റൈസാണ് കഴിച്ചത്, ഗോബി മഞ്ചൂരിയനാണ് വാങ്ങിയത്. അങ്ങനെ അതും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് കുട്ടികളും ജെറിനും അശ്വതിയൊക്കെ സന്തോഷമായിട്ട് മടങ്ങി. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ വീണ്ടും കുറേ വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല എനിക്ക് കേട്ടോ. അത്രയും ഭയങ്കര സന്തോഷമായിരുന്നു. കുട്ടികളും അതെ, ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നില്ല. കാരണം ഈ സ്റ്റാറ്റസിലൊക്കെ കുട്ടികളുടെ ഓരോന്ന് കാണുമ്പോൾ ഞാൻ അമ്മാമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരോട് സംസാരിക്കുക. വോയിസ് റെക്കോർഡ് അയക്കും, വീഡിയോ കോൾ. അപ്പം അതിൻ്റെ ആ ഒരു അടുപ്പം കുട്ടികളെ കണ്ടപ്പോഴും ഒരു പരിചയക്കുറവും കാണിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പാച്ചുട്ടൻ കുഞ്ഞേ ചേച്ചിയുടെ കൂടെ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക, ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങുക. അവൻ്റെ വിചാരം അവനിപ്പോൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഡോൺ വരുന്നോട് കൂടിയിട്ട് നമ്മളുടെ തോമുട്ടനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ആ തോമുട്ടൻ ആദ്യം ഒന്ന് പിന്നാക്കം നിന്നെങ്കിലും പിന്നെ അവരുടെ കൂടെ നിന്ന് പിന്നെ അവരുടെ ഒക്കെ തന്നെയായിട്ടോ. അങ്ങനെ ഒരു 2-3 മണിക്കൂർ, 3 മണിക്കൂറോളം നല്ല എന്താ പറയുക, ഒരു നല്ല നേരം പോക്കോട് കൂടിയിട്ട് ആ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ആ ദിവസമല്ല, ആ നേരം. അപ്പോൾ അങ്ങനെ എനിക്കൊന്നും സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ പാച്ചു കുറേ ചോദിച്ചു, ചേച്ചി പോവാ, ചേച്ചി നിൽക്കുകയെന്ന്. അപ്പോൾ പിന്നെ പറ്റില്ല എന്ന് കണ്ടപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ സങ്കടത്തിലിങ്ങനെ കരയൊന്നുമില്ല. പിന്നെ അവൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, വാശി പിടിക്കില്ല, കരയൊന്നുമില്ല. പക്ഷെ അവൻ്റെ മുഖത്തത്തെ ആ സങ്കടം കാണുമ്പോൾ നമുക്കും ഭയങ്കര വിഷമാവും. അപ്പോൾ അങ്ങനെ യാത്ര പറഞ്ഞ് അശ്വതിയും ജെറിനും മക്കളും പോവായി. അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ കുറച്ച് പേരിലൊരാളാണ് അശ്വതി. ഞാൻ ചേർത്ത് നിർത്തുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാച്ചുദേ സങ്കടമായിട്ട് ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് അങ്ങനെ തന്നെ മൂപ്പര് കിടന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ചേച്ചി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഞാനത് അശ്വതിയോട് വിളിച്ച് പറഞ്ഞു, വീഡിയോ കോൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ ചേച്ചിക്കും അതെ ഭയങ്കര ഇഷ്ടവും സന്തോഷവും സങ്കടവും ഒക്കെ ആയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. വന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൈമാറി. നമ്മളെല്ലാ വീടുകളിലും അങ്ങനെയാണല്ലോ, ഒരു ഗസ്റ്റ് വന്ന് പോയി കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അന്നത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഉഷാറായി. അപ്പോൾ അശ്വതിക്കുട്ടി നിറച്ച് സ്വീറ്റ്സും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ചേച്ചിമാരുടെ വക കുറച്ച് എന്താ പറയുക കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ണികൾക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ കുട്ടികളോട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം പിള്ളേർസിനെ കുറച്ച് നേരം കിടത്തി ഉറക്കിയില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഡോൺ പറഞ്ഞു, ഇത്തിരി നേരത്തെ വരാൻ നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ അരുൺ ഐസ്ക്രീമിൻ്റെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് നിങ്ങൾക്കത് കാണിച്ചു തന്നത്. കാരണം ഒരു പ്രത്യേക ഫ്ലേവറായിരുന്നു കേട്ടോ. ചിപ്സ്, മറ്റേ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ പരിയപ്പുറത്തിറങ്ങി നമ്മുടെ പിള്ളേർസിനൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് നിർത്തി. കാരണം ഇനി ഞാൻ രാത്രി തിരിച്ച് വന്നിട്ടല്ലേ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് പാലും പെഡിഗ്രിയൊക്കെ കൊടുത്ത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനിത് ഫോട്ടോസ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു, അയ്യോ ഇത് അശ്വതി അല്ലേ, അൽഫോൺസാമ്മയല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി
ഞാൻ ശരിക്കും പറഞ്ഞാൽ 2-3 ഫേസ്ബുക്കിൽ നിന്ന് കുറേ അല്ല യൂട്യൂബിൽ നിന്ന് അൽഫോൺസമ്മയുടെ എപ്പിസോഡുകൾ കുറച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ടു. കാരണം എന്തോ അശ്വതി വന്നു പോയതിന് ശേഷം കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കതൊക്കെയാണ് ഓർമ്മ. ഇതിവിടെ ജിമിയാണ് കേട്ടോ, അതായത് മിയ. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോഴത്തെ അൽഫോൺസമ്മയും ഗബ്രിയിലമ്മയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഡിംപിൾ എപ്പോഴും പറയും ഞാൻ മനസ്സറിഞ്ഞ് ആദ്യമായിട്ട് സ്നേഹിച്ചത് അശ്വതി ചേച്ചീനെയാണെന്ന് പറയും. ചേച്ചി എന്നാണ് കേട്ടോ പൊന്നു വിളിക്കുക. അപ്പോൾ അങ്ങനെ ഡിവൈനും ആയാലും അത് ഒരു പരിചയക്കുറവും കണ്ടില്ല. കാരണം എപ്പോഴും ഫോണിൽ കൂടെ സംസാരിക്കുന്നത് അശ്വതി. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും അശ്വതി വരുമ്പോൾ തന്നെ ചോദിച്ചത് മറിയാമ്മ തന്നെയാണ്. കാരണം മറിയാമ്മ ഇവിടെയുള്ള സമയത്ത് എപ്പോഴും മറിയാമ്മയോട് സംസാരിക്കുമായിരുന്നു. മറിയാമ്മയ്ക്ക് വേണ്ടി മെസ്സേജുകൾ അയക്കും. ഇപ്പോൾ മറിയാമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ മറിയാമ്മയ്ക്ക് ഓർമ്മ വരും. അത് അശ്വതി എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ് മറിയാമ്മ. അപ്പോൾ അശ്വതിയുടെ അമ്മാമ്മ അതേ വന്ന് പോകുമ്പോൾ മറിയാമ്മേനെ അനുഗ്രഹിച്ച് വിട്ടിട്ടാണ് പോയത്. മോൾക്ക് നല്ല ഒരു ഭാവി വരും എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ആവുകയും ചെയ്തു. അപ്പോൾ ഞാനത് അശ്വതിയോട് പറഞ്ഞു, അമ്മാമ്മയുടെ അനുഗ്രഹം മറിയാമ്മയ്ക്ക് എപ്പോഴും ഉണ്ട്, ഏറ്റവും സന്തോഷമായിട്ട് അവൾ ജീവിക്കുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കൾ, അപ്പോൾ ഞാൻ പറയും അമ്മാമ്മയുടെ ആദ്യത്തെ പേരക്കുട്ടികളാണെന്നാണ് പറയുക ഇവരെ. അപ്പോൾ ജെറിനും അശ്വതിയും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. അങ്ങനെ അവർ സന്തോഷമായിട്ട് വന്നു പോയി. അപ്പോൾ അവരുടെ കൂടെ എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ വിശേഷങ്ങളും കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു 15 വർഷം ബാക്ക് പോയി അവിടുത്തെ കുറേ വിശേഷങ്ങളും അന്നത്തെ കളികളും ചിരികളും എന്താ പറയുക നേരം പോക്കുകളും. അന്നത്തെ കുഞ്ഞു മക്കളൊക്കെ ഇപ്പോൾ വലിയ വലിയ മക്കളായി. അപ്പോൾ ഇനി ഈ വീഡിയോ പോയി കഴിഞ്ഞാൽ കുറേ ലെങ്ത് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇതോടുകൂടി നമുക്ക് ഈ വീഡിയോ എന്താ പറയുക ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇന്നത്തെ ദിവസത്തെ ബാക്കി കാര്യങ്ങളായിട്ട് ഞാൻ നാളെ വരാം. അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആവും. എനിക്ക് സന്തോഷം കൊണ്ടൊന്നും പറയാനും കിട്ടില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാം.